എസ്റ്റോണിയയിലേക്ക് ഒരു ജോലിക്കായിട്ട് പോവാം. മാസവരുമാനമായിട്ട് 4 ലക്ഷത്തോളം നേടാം. യൂറോപ്പിലെ സിലിക്കൺ വാലി എന്നാണ് എസ്റ്റോണിയ അറിയപ്പെടുന്നത്. 2000-ൽ കൂടുതൽ ഐലാൻഡുകളുള്ള രാജ്യം. അതുപോലെ തന്നെ ഡിജിറ്റൽ ടെക്നോളജികളിലൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് എസ്റ്റോണിയ. സ്കൈപ്പിൻ്റെ നാട്. ഈ ഒരു രാജ്യത്തിലേക്ക് ഇപ്പോൾ ധാരാളം ജോബ് ഓഫറുകൾ അവൈലബിൾ ആണ്. അതും വളരെ കുറഞ്ഞ ചെലവിൽ. ഒരു യൂറോപ്യൻ രാജ്യത്തേക്കും ഇത്രയും കുറഞ്ഞ ചെലവിൽ ഒരു വർക്ക് വിസ വന്നിട്ടില്ല. അത്രയും കുറഞ്ഞ ചെലവിൽ ഈ ഒരു വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ IELTS, TOEFL അതുപോലുള്ള ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റുകൾ നമുക്ക് ആവശ്യമില്ല. വളരെ ഉയർന്ന രീതിയിലുള്ള ഒരു സാലറി വാങ്ങിയിട്ട് ഈ ഒരു സുന്ദര രാജ്യത്ത് നമുക്ക് ഇനി താമസിക്കാൻ പറ്റും. എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് എസ്റ്റോണിയ എന്ന് പറയുന്നത്. ഈ ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1.3 മില്യൺ മാത്രമാണ്. അതായത് ഏകദേശം 13 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ഈ ഒരു രാജ്യത്തിൽ ജീവിച്ചിരിക്കുന്നത്. ആൻഡ് എസ്റ്റോണിയ ഈസ് ആൾസോ ഫേമസ് ഫോർ ഹാവിങ് സം ഓഫ് ദ ക്ലീനസ്റ്റ് എയർ ഇൻ ദ വേൾഡ്. ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് എസ്റ്റോണിയ. ഈ ഒരു എസ്റ്റോണിയയിലേക്ക് ഇപ്പോൾ ധാരാളം ജോബ് ഓഫറുകളാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വിസ എന്താണ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ജോബുകളാണ് അവിടെ കിട്ടുക, ഈ വിസയ്ക്ക് വരുന്ന ചിലവ് എത്രയാണ്, എങ്ങനെ നമുക്ക് അവിടെ എത്തിപ്പെടാം, അതുപോലെ തന്നെ ഒരു ജോബിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എസ്റ്റോണിയയുടെ ക്യാപിറ്റലാണ് ടാലിൻ എന്ന് പറയുന്നത്. ഒരുപാട് കമ്പനികൾ സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു ടാലിനിലാണ്. ഏകദേശം 44% എംപ്ലോയീസിനെ ഈ ഒരു സിറ്റിക്ക് മാത്രമായിട്ട്, ഈ ഒരു ടാലിനിക്ക് മാത്രമായിട്ട് ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഈ ഒരു വിസ എന്ന് പറയുന്നത് ഒരു ടെമ്പററി വിസയാണ് കേട്ടോ. എസ്റ്റോണിയ ടെമ്പററി വിസ, അതായത് D വിസ എന്നാണ് അറിയപ്പെടുന്നത്. എസ്റ്റോണിയ ഓഫേഴ്സ് എ ലോങ് ടേം വിസ ഫോർ എ സ്റ്റേ ഓഫ് മോർ ദാൻ 90 ഡേയ്സ്. 1 വർഷം വരെ നമുക്ക് ഈ ഒരു വിസയിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്കിത് റിന്യൂ ചെയ്യാനും പറ്റും. ഇനി ഈ ഒരു വിസ കോസ്റ്റ് ആണ് എടുത്തു പറയാനുള്ള കാര്യം. വെറും 100 യൂറോ കൊണ്ട് നമുക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 100 യൂറോ എന്ന് നമുക്ക് INR-ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 8,910 രൂപയാണ് വരുന്നത്. ഈ ഒരു പൈസയ്ക്ക് നമുക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇതിനു മുമ്പ് ഒരു യൂറോപ്യൻ കൺട്രീസിക്കും ഇത്രയും കുറഞ്ഞ ചിലവിൽ ഒരു വിസയൊന്നും വന്നിട്ടില്ല. സാധാരണ ഒരു 3 മാസത്തിൻ്റെ ജോബ് സീക്കർ വിസയ്ക്ക് ആണെങ്കിൽ പോലും ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. ബട്ട് ഈ ഒരു വിസയ്ക്ക് ആകെ 100 യൂറോ മാത്രമാണ് കോസ്റ്റ് വരുന്നത്. യു ക്യാൻ ബ്രിങ് യുവർ ഫാമിലി ടു എസ്റ്റോണിയ. അതുപോലെ തന്നെ ഈ ഒരു വിസയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ പാർട്ട്ണർ, അതുപോലെ തന്നെ നിങ്ങളുടെ ചൈൽഡ്. ഈ ഒരു കുട്ടിക്ക് 18 വയസ്സിന് താഴെ മാത്രമായിരിക്കണം പ്രായം എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ലോൺലി റിലേറ്റീവ്സ് ആണെങ്കിൽ അവരും കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇവർക്ക് 65 വയസ്സിൻ്റെ മേലെ പ്രായമുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. non-EU സിറ്റിസൺസിനാണ് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊക്കെ എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഒരു EU കൺട്രീസിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വർക്ക് ഓഫറിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഷെങ്കൻ വിസ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള 26 രാജ്യങ്ങളിലേക്കും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി ഏതൊക്കെ ജോബാണ് ഇവിടെ വരുന്നതെന്നുള്ളത് നോക്കി നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം വീഡിയോസിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ എന്തായാലും ലാഗ് അടുപ്പിക്കണില്ല. എന്താണെന്ന് നോക്കാം. ഏതൊക്കെ ജോബുകളാണ് ഇനി അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കി നോക്കാം. ഞാൻ എന്തായാലും കാറ്റഗറീസ് ആയിട്ട് പറഞ്ഞുതരാം. അഡ്മിനിസ്ട്രേഷൻ, അനലിസ്റ്റ്, ബാങ്കിങ്, ഇൻഷുറൻസ്, കൺസ്ട്രക്ഷൻ, കസ്റ്റമർ സർവീസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, സോഷ്യൽ വർക്ക്, ഇൻഫർമേഷൻ ടെക്നോളജി, ലീഗൽ, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷിംഗ്, ആർക്കിടെക്ചർ, സിവിൽ സർവീസ്, കൾച്ചറൽ ആൻഡ് ആർട്സ്, എഡ്യൂക്കേഷൻ, സയൻസ്, റിസർച്ച്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സസ്, ഇന്റേൺഷിപ്പ്, മാനേജ്മെൻറ്റ്, സർവീസ് ഇൻഡസ്ട്രി, ടൂറിസം, ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ്, ടെക്നോളജി, സെക്യൂരിറ്റി ആൻഡ് റെസ്ക്യൂ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല ഒരുപാടുണ്ട്. ഞാൻ എന്തായാലും ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും അതിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഞാൻ എന്തായാലും ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ലാസ്റ്റ് കാണിച്ചു തരാം.
ഓക്കെ, എന്തായാലും നമ്മൾ ഫസ്റ്റ് അവിടെ ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് ഒരു വർക്ക് ഓഫർ കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. അങ്ങനെ വർക്ക് ഓഫർ നമുക്ക് കിട്ടിയ ശേഷം മാത്രമാണ് പിന്നെയാണ് നമുക്കൊരു ടെമ്പററി വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഈ ഒരു എസ്റ്റോണിയ വർക്ക് വിസേൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. യു മസ്റ്റ് ഹാവ് എ ജോബ് ഓഫർ ഫ്രം എസ്റ്റോണിയ. ജോബ് ഓഫർ ഉണ്ടായിരിക്കണം. ആ ഒരു ജോബ് ഓഫർ വാലിഡ് ആയിരിക്കണം. ആ ഒരു ജോബ് ഓഫറിൽ നിങ്ങളുടെ ആ ഒരു എംപ്ലോയറിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ടാവണം എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ യുവർ എംപ്ലോയർ നീഡ്സ് ടു രജിസ്റ്റർ വിത്ത് ദ എസ്റ്റോണിയൻ പോലീസ് ആൻഡ് ബോർഡർ ഗാർഡ്. നിങ്ങളുടെ എംപ്ലോയർ എസ്റ്റോണിയൻ പോലീസിൻ്റെയും പിന്നെ ബോർഡർ ഗാർഡിൻ്റെയൊക്കെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം ഒരു കോഡ്, ഒരു എസ്റ്റോണിയൻ ID കോഡ് നിങ്ങൾക്ക് കിട്ടും. 15 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് കിട്ടുക. അതിനുശേഷം നമ്മൾ എംബസി പോയിട്ട്, എസ്റ്റോണിയ എംബസി പോയിട്ടാണ് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ എംബസി പോയിട്ട് എല്ലാം സബ്മിറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ദ പ്രോസസ് ടേക്സ് 2 weeks to a month. ഒരു 2 weeks, ഒരു 2 ആഴ്ചത്തേൻ്റെ കൂടുതൽ ഇതിന് സമയം എടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നതിനായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ആ ഒരു വാലിഡ് ആയിട്ടുള്ള വർക്ക് ഓഫർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വിസ കിട്ടുന്നതിനായിരിക്കും. അങ്ങനെ ആ ഒരു വർക്ക് വിസ നിങ്ങൾക്ക് റെഡി ആയ ശേഷം നിങ്ങൾ എസ്റ്റോണിയയിൽ എത്തിയ ശേഷം നിങ്ങൾക്കൊരു റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ഫോർ ദ റെസിഡൻസ് പെർമിറ്റ് വൺസ് യു അറൈവ് ഇൻ എസ്റ്റോണിയ. പിന്നെ ഗെറ്റ് യുവർ എസ്റ്റോണിയൻ ID കോഡ് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് വരുന്നത്. ഒന്നുകൂടി പെട്ടെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മളവിടെ ഒരു ജോബ് കണ്ടെത്തിയ ശേഷം അപ്ലൈ ചെയ്യുക. ജോബ് ഓഫർ കിട്ടിയ ശേഷം എസ്റ്റോണിയ എംബസി വഴി നമുക്കൊരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ എസ്റ്റോണിയയിൽ എത്തിയ ശേഷം ഒരു റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുക. പിന്നെ ഗെറ്റ് യുവർ എസ്റ്റോണിയൻ ID കോഡ്. അത്രേ വരുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ എസ്റ്റോണിയയിൽ എത്തിയ ശേഷം നിങ്ങൾക്കൊരു ഫ്രീ കൺസൾട്ടേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഇനി ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പിന്നിലും ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ദയവായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ എന്തായാലും ഇനി ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതുവഴി കയറുക. ജോബ് വർക്ക് ഇൻ എസ്റ്റോണിയ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എസ്റ്റോണിയൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് കേട്ടോ. ജസ്റ്റ് നമുക്കിതിൽ കയറുമ്പോൾ തന്നെ ഇൻ്റർഫേസ് ഇങ്ങനെ ഇരിക്കും. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരുപാട് വേക്കൻസികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് എൻഡ് എഞ്ചിനീയർ സ്ക്രീനിങ്, QA എഞ്ചിനീയർ, ഗ്രോത്ത് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, അസിസ്റ്റൻറ്റ് ബിസിനസ് കൺട്രോൾ, ബിസിനസ് അനലിസ്റ്റ്, പ്രൊജക്ട് മാനേജർ, ഗ്രോത്ത് മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ ഒരുപാട് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാറ്റഗറി വൈസ് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിവിടെ ആൾ കാറ്റഗറീസ് കാണാൻ പറ്റും. ഒരുപാട് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. ബാങ്കിങ്, ഇൻഷുറൻസ്. ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സ്, മീഡിയ ആൻഡ് PR, അങ്ങനെ ഒരുപാട് വേക്കൻസികളുണ്ട്. ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യണതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ബാക്ക് എൻഡ് എഞ്ചിനീയർ സ്ക്രീനിങ്ങിൻ്റെ ഒരു ഓഫറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് സി ഓഫറുള്ളടുത്ത് കൊടുക്കുക. ഓക്കെ, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പോയിട്ടുള്ളത്. അപ്ലൈ നൗ എന്നുള്ളടുത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാവും വരുന്നുണ്ടാവുക. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇവരുടെ സ്റ്റാർട്ടിങ് സാലറി ഒക്കെ ഇവർ എത്രയെന്ന് പറയുന്നുണ്ട് കേട്ടോ. 64,000 യൂറോ വരെയാണ് ഇവരുടെ മാക്സിമം സാലറി ആയിട്ട് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് എല്ലാം ഇവർ പറയുന്നുണ്ട്. 6 weeks ഓഫ് പെയ്ഡ് ലീവ്, പെയ്ഡ് സിക്ക് ഡേയ്സ്, അങ്ങനെ ഒരുപാട് ഓഫർ ഇവർ പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യുക. ലിങ്ക്ഡൈൻ വഴി അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. ജസ്റ്റ് അപ്ലൈ വിത്ത് ലിങ്ക്ഡൈൻ കൊടുത്താൽ തന്നെ നിങ്ങളുടെ ലിങ്ക്ഡൈൻ പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിലും ജസ്റ്റ് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഫോണ്, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ റെസ്യൂം നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടി വരും. അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കവർ ലെറ്റർ അറ്റാച്ച് ചെയ്യുക. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഫില്ലപ്പ് ചെയ്യുക. ആർ യു എലിജിബിൾ ടു വർക്ക് ഇൻ എസ്റ്റോണിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒന്ന് ഫില്ലപ്പ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഇങ്ങനെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ അവർക്ക് ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയറിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ലിങ്ക്ഡൈൻ വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴിയൊക്കെ ആയിരിക്കും ഇവരുടെ മെയിൽ വരുന്നുണ്ടാവുക. അതെന്തായാലും ചെക്ക് ചെയ്യുക. അങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. ഒരുപാട് ജോബ് ഓഫേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു വർക്ക് ഓഫർ കിട്ടിയ ശേഷം പിന്നെ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. എന്തായാലും എസ്റ്റോണിയയ്ക്ക് എത്തിപ്പെടണം, ഒരു EU കൺട്രീസിലേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു മാർഗം ട്രൈ ചെയ്യുക. ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്.
ആരും മിസ്സാക്കരുത്. ആവശ്യമുള്ള ആൾക്കാരെ ആരും മിസ്സാക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഈ ഒരു ചാനലിൽ ഇനിയും ഒരുപാട് വരുന്നത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ പെട്ടെന്ന് കിട്ടാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. And it's me Shyam, this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.